ഹായ് ഗൈസ്, യു ഗൈസ് വാച്ചിങ് ആൻസർ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജവാൻ്റെ റിവ്യൂ ആണ്. ഞാൻ രാവിലെ പോയി കണ്ടതാണ്, റിവ്യൂ ഇടണം എന്നുണ്ടായിരുന്നു. പക്ഷേ വരുന്ന വഴിക്ക് ഭയങ്കര മഴ, ഞങ്ങളൊരു സ്ഥലത്ത് കയറി നിന്നാണ് എൻ്റെ മുടിയൊക്കെ ശരിക്കും നനഞ്ഞെടുക്കുകയാണ്. ഓക്കെ, സംഭവം എന്ന് പറഞ്ഞാൽ ഈ തെറി ബിഗില് പിന്നെ ഏതൊക്കെയാണ് അവൻ്റെ പടം ഏതൊക്കെയാണ് മൈൻഡിൽ വരുന്നില്ല. ലിസ്റ്റ് മെർസൽ അങ്ങനെ ഓരോ പടങ്ങൾ. എല്ലാത്തിലും വിജയാണ് നടൻ, ഇതിൽ ഷാറുഖ് ഖാനാണ് നടൻ. അത്രയേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഓക്കെ, എടാ ഇരിക്കണ വാച്ചവറായില്ല. പിന്നെന്ന് പറയുന്നത് മറ്റേ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ സ്റ്റോറി ആണെങ്കിൽ പോലും നല്ല രസമുണ്ട്. പിന്നെ ഫൈറ്റ് സീനൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ നയൻതാരൻ്റെ ചില സീനൊക്കെ ഭയങ്കര കിടിലായിരുന്നു. എനിക്ക് പേഴ്സണലി ഫസ്റ്റത്തെ ആ സീനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫൈറ്റ് സീൻസ് ഷാർഖാനൊക്കെ ഭയങ്കര കിട്ടിയില്ല, കിണ്ണാച്ച സീൻസൊക്കെ ഉണ്ട്. സ്റ്റോറി പിന്നെ എന്തൊക്കെയോ ഇവർ ഉദ്ദേശിക്കുന്നത്, എന്താ പറയുക, ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അത് വെറുതെ ഇങ്ങനെ ഓരോന്നും എന്നാൽ ഇതും പിടി കുറച്ച് ഇതും പിടി അങ്ങനെ പറയുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ പാട്ട്, മൂവീൻ്റെ ഓരോ ഇടയിലും പടപടപടാന്ന് പറഞ്ഞ പാട്ടുണ്ട്. പിന്നെ ഓരോരുത്തർ അഭിനയം വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, നല്ല അഭിനയമാണ്. അതിലൊരു ഫാർമറിൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. അതിൽ ആ കുട്ടീൻ്റെ അച്ഛനുണ്ട്, അത് നല്ല രസമുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ അളിയ ഒരു സീനുണ്ട്, അതായത് ഞാൻ കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ ഈ ഒരു പടത്തിൻ്റെ രീതിയിൽ സ്പോയിലറായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഈ ഒരു സിഗരറ്റ് കത്തിക്കുന്ന പല രീതിയിൽ ഞാൻ സിഗരറ്റ് കത്തിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ കത്തിക്കണ എൻ്റെ മോനെ ഞാൻ നെഞ്ചത്ത് കൈവച്ചിട്ടുണ്ട്. ഇങ്ങനൊരു കത്തിക്കൽ ഞാൻ ഓക്കെ, അങ്ങനത്തെ കുറച്ച് സീനൊക്കെ ഉണ്ട്. പിന്നെന്താ പറയുക, വെറുതെ എന്തൊക്കെയോ അവിടെയും ഇവിടെയൊക്കെ കൊള്ളിച്ച് അങ്ങനെ എടുത്ത്. ഷാറുഖ് ഖാൻ ഒരു രക്ഷയില്ലാത്ത ലുക്ക്, അടിപൊളി ലുക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി ലുക്ക്. ഇതൊക്കെയാണ് എൻ്റെ കണ്ണിൽ പെട്ടത്. പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അനാവശ്യമായിട്ട് പാട്ടുകൾ കുറേ ഉണ്ടാവും, ഒത്തിരി അനാവശ്യമായിട്ട് പാട്ടുകളുണ്ടാവും. ഇതൊക്കെയാണ് എൻ്റെ കണ്ണിൽ പെട്ടത്. നമ്മളിപ്പോൾ ഒരു പ്ലോട്ട് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് സ്പോയിലറായി കഴിഞ്ഞാൽ മോശമായിപ്പോൾ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ റിവ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. സോ നിങ്ങൾ ജവാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു കാര്യം, ഇതൊക്കെ എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ്. എൻ്റെ കൂടെ ഉള്ള ഒരു ചങ്ങായിക്ക് ജവാൻ ഭയങ്കര ലൈക്കായിട്ടുണ്ട്. കാരണം അവൻ പറഞ്ഞത് ഇത് അറ്റ്ലി പടമല്ലേ, ആ രീതിയിൽ കണ്ടാൽ പോരെ, അപ്പം ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ നോക്കുക, ശരിയാണ്, ആ രീതിയിൽ കണ്ടാൽ ഇത് ഭംഗിയുണ്ട്. അപ്പോൾ അവനത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഇത് എൻ്റെ താല്പര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അങ്ങോട്ട് ചില സീനൊക്കെ ഭയങ്കര അടിപൊളി തന്നെയായിരുന്നു. പക്ഷേ എനിക്കെല്ലാം ചിലതൊക്കെ ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നി. പക്ഷേ ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടും. പിന്നെ എന്താ പറയുക, ഇത് കാണാൻ ബെസ്റ്റ് തിയേറ്ററിൽ നിന്ന് കാണുന്നത് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. ഇത് OTTക്ക് കാണാൻ അത്ര സുഖം ഉണ്ടാവില്ല. തിയേറ്ററിൽ നിന്ന് കാണാൻ കുറേ സീൻസ് ഞാൻ വിസിൽ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. രാവിലെയൊക്കെ പോയി കണ്ടവരെ കണ്ടോ ചുള്ളമാരി. അപ്പോൾ അതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത റിവ്യൂ കാണുന്നവരെ ബൈ. ഇതിലൊരു ഡാൻസ് കേട്ടോ, കിട്ടില്ല, സൂപ്പർ ഡാൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഷാറുഖ് ഖാൻ ഡാൻസ്. സൂപ്പർ സാധനം, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ.